ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതിയും മീനും കൂടി അനുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, ദേ മീനു, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആരുമില്ലാത്തവരെ പറ്റി വെറുതെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് വരരുതെന്ന്. അവൾക്ക് മാർക്ക് കിട്ടിയാലും ഇല്ലേലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവൾ എന്നെയും എൻ്റെ ബാലേട്ടനെയും വേദനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോയോളാ, അവളെപ്പറ്റി ഒന്നും എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മീന് പറയും, ആയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും ഞാൻ നമ്മുടെ അനുവിനോട് വിളിച്ച് മാർക്ക് തിരക്കും എന്ന് പറയാം. നീ എന്തെങ്കിലും ചെയ്യുക, പക്ഷെ അത് ഇവിടെ വന്ന് പറയാൻ നിൽക്കരുത് എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ മീന് ജോലിക്കായിട്ട് അങ്ങോട്ട് പോവുക ചിരിച്ചുകൊണ്ടേ. ഇതേ സമയം ഗോമതി മനസ്സിൽ പറയാം, അവൾക്ക് നല്ല മാർക്കുണ്ടാകും, അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എന്തായാലും 90% കൂടുതലുണ്ടാകുമെന്ന് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാ, അത് ഉണ്ടാവുകയും ചെയ്യും. അല്ല, ഞാനിതിനാ ഇതൊക്കെ ചിന്തിക്കുന്നത്? അവൾക്ക് എന്ത് കിട്ടിയാൽ എന്താ, അവൾ ജയിച്ചാലും തോറ്റാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അവളെപ്പറ്റി ഞാൻ ഇനി ചിന്തിക്ക പോലും ഇല്ല എന്ന് ഗോമതി അപ്പം മനസ്സിൽ പറയാൻ കേട്ടോ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ അനുശ്രീ ആകെ ടെൻഷൻ അടിച്ച റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈശ്വര, റിസൾട്ട് ഇപ്പം തന്നെ പബ്ലിഷ് ചെയ്യും, എന്തു ചെയ്യുമോ എന്തോ, എനിക്ക് പേടിയാകുന്നു. മാർക്ക് കുറഞ്ഞൊന്നും പോകില്ല, ഞാൻ നന്നായിട്ട് പഠിച്ചാ എഴുതിയിരുന്നത് എന്നൊക്കെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുകയും ചെയ്യും. ഇതുവരെ എന്തായാലും റിസൾട്ട് ഇട്ടിട്ടില്ല. പെട്ടെന്നാണ് ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വരുന്നത്. അപ്പം തന്നെ അനു ഫോൺ എടുത്ത് നോക്കുകയാണ്. റിസൾട്ട് വന്നു, ഈശ്വര നല്ല മാർക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അനു അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് തുറന്നു നോക്കുമ്പോൾ നല്ല മാർക്കുണ്ട്. അപ്പോൾ അനുവിന് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല, അവിടെ കിടന്ന് തുള്ളിച്ചാടുക. ഞാൻ കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടി എന്ന് പറഞ്ഞ് ഇതേ സമയം മുത്തശ്ശി, ആൻറ്റി എന്നിട്ട് വിളിച്ചു കൂവാണ്. എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് ഓടി അടുക്കളയിലേക്ക് ചെല്ലുക. എന്താ അനു, മോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവിയത് എന്ന് അപ്പം നന്ദിനി ചോദിക്കും. അപ്പം ഇന്ദിരാമ്മയും പറയും, എന്താ മോളെ, മോക്ക് എന്തോ സന്തോഷം ഉണ്ടല്ലോ, എന്തു പറ്റി, എന്താ സന്തോഷ വാർത്ത എന്ന് ചോദിക്കുക. അത് മുത്തശ്ശി, എൻ്റെ എക്സാം റിസൾട്ട് വന്നു. അത് കേൾക്കുന്ന രാജശ്രീ ചോദിക്കും, അതെയോ, എങ്ങനെയുണ്ട് മോളെ മാർക്ക്? ഞാൻ പാസ്സായി, 95% മാർക്കും ഉണ്ട് എനിക്ക് എന്ന് പറയാം. ആഹാ, അത് നല്ല മാർക്കാണല്ലോ എന്ന് നന്ദിനി പറയാം. അപ്പോൾ അനു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പം അനുവാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അലോകിനോട് മോള് പറഞ്ഞില്ലേ എന്ന് രാജശ്രീ ചോദിക്കുക. അത് പിന്നെ അലോകിനെ ഞാൻ അവിടെ നിന്നും കണ്ടില്ല ആൻറ്റി, റിസൾട്ട് നോക്കിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നതാ എന്ന് പറയാം. അപ്പം ഇവർ തമ്മിലുള്ള സംസാരവും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് അലോക് അങ്ങോട്ട് വരിക. എടാ, നീ അറിഞ്ഞോ എന്ന് ഇന്ദിരമ്മ ചോദിക്കുക. എന്താ അച്ഛമ്മേ എന്നപ്പം അലോക് ചോദിക്കൂ. ദേ, നിന്റെ ഭാര്യയ്ക്ക് നല്ല മാർക്കുണ്ടെന്ന് എന്നപ്പം അലോക് വെക്കും കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നന്ദിനെ എടുത്തു വന്നിട്ട് പറയും, എടാ, നിന്റെ ശ്രീമതിക്ക് നല്ല മാർക്കുണ്ടെന്ന്, 95% മാർക്കോട് കൂടിയാ അവൾ എക്സാം പാസ്സായിരിക്കുന്നത്, അവളെ നീ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോടാ എന്ന് പറയാ. ദേ, ചെലവ് അവക്ക് മാത്രം ചെയ്താൽ പോരാ, ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങൾക്കും മധുരം വേണമെന്ന് എന്ന് ഇന്ദ്രമേ ചാടിക്കേറി പറയൂ കേട്ടോ. അപ്പൊ അലോക് പറയും, അയ്യോ, ഇന്ന് എനിക്ക് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, എന്നോട് വല്യച്ഛൻ മില്ലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുക എന്ന് പറയാം. അപ്പം നന്ദിനി പറയും, അനന്തേട്ടനോട് ഞാൻ പറഞ്ഞോളാം, അനുവിന് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോയതാണെന്ന് പറഞ്ഞാൽ അനന്തേട്ടൻ ഒന്നും പറയില്ല എന്ന് പറയാം. ഇന്ദ്രമ്മ പറയും, കേട്ടല്ലോ നന്ദിനി പറഞ്ഞത്, ദേ നീ ഇവളെയായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ എന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ അനു പറയും, മുത്തശ്ശി, അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പം രാജശ്രീ പറയും, ഓക്കെ, എന്തെങ്കിലും പറയുന്നതിന് എന്തിനാ ഇങ്ങനൊരു മുഖവരയുടെ കാര്യം, എന്താണെന്ന് വെച്ചാൽ പറ മോളെ എന്ന് പറയാം. അത് പിന്നെ എനിക്ക് 90% കൂടുതൽ മാർക്ക് കിട്ടുവാണെങ്കിൽ അമ്മ ഇവിടുത്തെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് വർത്തമാനോ മോളെ ഈ പറയുന്നേ എന്ന് രാജശ്രീ അപ്പം ചോദിക്കുക. മോക്ക് ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടാൻ ഇങ്ങനെ താഴ്മയോടെ സംസാരിക്കേണ്ട എന്താവശ്യമുള്ളത്? മോള് കാര്യം പറഞ്ഞാൽ ഇവിടെ ആരും അത് നിരസിക്കാൻ പോകുന്നില്ല. ദേ അലോകെ, അനുവിനെയും കൂട്ടിക്കൊണ്ട് നീ അമ്പലത്തിൽ പോയി മോക്ക് എന്ത് വഴിപാടാന്ന് വെച്ചാൽ അതൊക്കെ നടത്താൻ സഹായിക്കണം, പറഞ്ഞത് കേട്ടോടാ എന്ന് രാജശ്രീ അപ്പൊ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ അലോക് പറയും, അത് പിന്നെ വെല്ലിച്ചൻ. അപ്പം നന്ദിനി പറയും, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നിന്റെ വെല്ലിച്ചൻ നിന്നെ ഒന്നും പറയില്ല, അനുവിന്റെ കൂടെ പുറത്തു പോയതാന്ന് പറഞ്ഞാൽ വെല്ലിച്ചന് സന്തോഷമാകത്തേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ മിത്രയാണെങ്കിൽ പ്രാക്ടീസിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആര്യനും അടുത്തുണ്ട്. മിത്ര ഓടി ആര്യൻ്റെ അടുത്തേക്ക് വരിക. എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ എന്ന് ആര്യനോട് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന ആര്യൻ പറയും, ഇപ്പം അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 8 സെക്കൻഡിലേക്ക് ആയിട്ടുണ്ട്, പക്ഷെ ആ 8 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് 6 സെക്കൻഡിലേക്ക് ആക്കണം. ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പാസ്സാകുന്നേ എനിക്കിപ്പം നല്ല ഉറപ്പാ ആര്യ എന്ന് മിത്രയപ്പം പറയാം. ദേ, താൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നേ എനിക്ക് തന്നെ അറിയാം. നോക്കിക്കോ, ഫിസിക്കൽ ടെസ്റ്റിന് സമയമാകുമ്പോഴത്തേക്കും ഞാൻ 6 സെക്കൻഡിൽ
ഓടിയെത്തും. ആര്യൻ ഞെട്ടും എന്ന് പറയാം. അങ്ങനെ തനിക്ക് വാശി വേണം എന്ന് ആര്യനും പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇളനീർക്കടയുണ്ട്. അത് കാണുന്ന ആര്യൻ നമ്മുടെ മിത്രയോട് പറയും, തനിക്കൊരു കരിക്ക് മേടിച്ച് തരട്ടേടോ എന്ന് ചോദിക്കുക. ആയിക്കോട്ടെ എന്ന് അപ്പം മിത്ര പറയാണ്. എന്നിട്ട് ചേട്ടാ ഒരു കരിക്ക് എന്ന് ആ കടക്കാരനോട് പറയാം. ആരിന് വേണ്ടേ എന്ന് മിത്ര ചോദിക്കുക. ഓ എനിക്ക് വേണ്ട, ഞാൻ ഓടിയൊന്നും ഇല്ലല്ലോ, താനല്ലേ ഓടി ക്ഷീണിച്ച് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്, താനെന്തായാലും ഒരു കരിക്കൊക്കെ കുടിച്ച് തൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റുക എന്ന് പറയണേ. അങ്ങനെ ആര്യൻ നമ്മുടെ മിത്രയ്ക്ക് ഒരു കരിക്കൊക്കെ മേടിച്ചു കൊടുക്കുക. അപ്പം കടക്കാരൻ 2 സ്ട്രോ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മിത്രയുടെ കരിക്കിൽ നിന്നും ആര്യന് കിട്ടിയ സ്ട്രോയും അതിലിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയമാണ് അതുവഴി അലോകും നമ്മുടെ അനുവും കൂടി വരുന്നത്. അപ്പം ആര്യനും മിത്രയും അവിടെ നിൽക്കുന്നത് അലോകന്റെ ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് തന്നെ അനുവിനോട് പറയും, വണ്ടി നിർത്തിയിട്ട് അനു എനിക്കൊരു കരിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട്, എനിക്ക് വേണ്ടി താനൊരു കരിക്ക് മേടിച്ചിട്ട് വാ എന്ന് പറയാം. ഒന്ന് പോ, നിനക്ക് ആ കരിക്ക് വേണമെങ്കിൽ നീ പോയി കുടിക്കൂ എന്ന് അലോകനോട് അനു പറയൂട്ടോ. ദേ അനു, മര്യാദയ്ക്ക് കരിക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യും, നീ ഇങ്ങ് നോക്കിക്കേ ആരാ അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പൊ പെട്ടെന്ന് അനുവും അലോക കാണിച്ച ദിശയിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ നമ്മുടെ ആര്യനും മിത്രയും സന്തോഷത്തോടു കൂടി ഒരു കരിക്കിൽ നിന്ന് 2 സ്ട്രോ ഒക്കെ ഇട്ട് കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അയ്യോ, ആര്യൻ ചേട്ടനും മിത്ര ചേച്ചിയും എന്താ അവരുടെ മുന്നിൽ ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യട്ടെടി എന്ന് ചോദിക്കും. കേൾക്കുന്ന അനു പറയും, ദേ അലോക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം, എനിക്ക് കരിക്ക് കുടിച്ചേ പറ്റൂ, നീ ഇനിയിപ്പോൾ ഈ കരിക്ക് മേടിക്കുമെന്ന് എനിക്കറിയാം, നിന്റെ ഏടത്തെയും ഏട്ടനെയും വേദനിപ്പിക്കുന്നതൊന്നും നീ ചെയ്യത്തില്ലല്ലോ എന്ന് അലോക് പറയാൻ കേട്ടോ. അപ്പം അനു ആണെങ്കിൽ ഇഷ്ടമില്ലാതെ നിവർത്തികേടുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. പെട്ടെന്ന് അവരെ കാണിക്കാനായിട്ട് അലോകും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളെ ഒരു തള്ളു, മര്യാദയ്ക്ക് പോയി കരിക്ക് മേടിച്ചിട്ട് വാടി എന്ന് ശബ്ദത്തിൽ പറയും. ഇത് കേൾക്കുന്ന മിത്രയും ആര്യനും അങ്ങോട്ട് ശ്രദ്ധിക്കാണ് കേട്ടോ. അനുവിനെ പിടിച്ച് തള്ളുന്ന കാണുന്ന ആര്യന് നല്ല ദേഷ്യം വരിക. നീ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അലോക് പറയും, നീ ആരാടാ അത് ചോദിക്കാൻ, എൻ്റെ ഭാര്യയെ ഞാൻ എന്ത് വേണേലും ചെയ്യും, അതെ എൻ്റെ അവകാശമാണ്, അതിനിടയിൽ ചോദിക്കാനൊന്നും ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട എന്ന് അലോക് പറയാ. എടാ, നിന്റെ ഈ കളിയുണ്ടല്ലോ അത് തീക്കളിയാ, അത് ഒരു ദിവസം ഞാൻ കണ്ടെത്തും, അന്ന് വരെ മോനെ നിന്റെ ഈ അഹങ്കാരം കാണുള്ളൂ, അതിനുശേഷം നീ 2 കാലം നിവർന്നു നിൽക്കില്ല, ഇത് ആര്യനാ പറയുന്നത് എന്ന് പറയാം. അപ്പൊ ആര്യനും അലോകും തമ്മിലുള്ള സംസാരം വഴക്കിലേക്ക് കലാശിക്കുമെന്ന് കാണുന്ന മിത്ര പറയും, അയ്യോ അല്ലെങ്കിൽ ഈ അലോക് എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ആര്യൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കുവാണ്. അത് പിന്നെ എനിക്ക് പരീക്ഷയിൽ 95% കിട്ടി, അതുകൊണ്ട് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകുന്നതാ, ഇവന് ഒരേ നിർബന്ധം എന്നെ കൊണ്ട് പുറത്തൊക്കെ പോകണമെന്ന്, അപ്പം അവനൊരു പ്രാങ്ക് ചെയ്തതാ എന്നെ പറ്റിക്കാനായിട്ട്, ഇത് ഇടയ്ക്കുള്ളതാ, അല്ലേലും അലോകിന് ഞാനെന്ന് വെച്ച ജീവനാണെന്നേ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ആര്യൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ആര്യന്റെ മുഖത്തെ ദേഷ്യഭാവം കാണുന്ന മിത്ര പറയും, ആര്യ ഒരു പ്രശ്നത്തിന് പോകണ്ട, നിനക്ക് എന്താടാ വേണ്ടത് എന്ന് അലോകിനോടും എന്നിട്ട് മിത്ര ചോദിക്കും കേട്ടോ. എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് അപ്പൊ മിത്രയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അലോക് പറയാ. എന്നിട്ട് അനുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആര്യന് നല്ല ദേഷ്യം വരികയാണ്. ആര്യ, അവൻ ഒരു വിവരമില്ലാത്തവനാണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് മിത്രയപ്പ ചോദിക്കുക. അവനെ അവന്റെ പാട്ടിന് വിട് എന്ന് പറയാ. അപ്പം അലോക് പറയും, അവൻ അനുവിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല, കണ്ടില്ലേ നമ്മുടെ മുന്നിൽ വെച്ച് അവൻ ചെയ്തത്, എത്ര തെണ്ടിത്തരവും അവൻ ചെയ്തത്, എൻ്റെ പൊന്നാര്യ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് മിത്ര പറയും. എന്ത് പരിഹാരം? അവളായിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ചതല്ലേ, ഇനിയിപ്പം അനുഭവിക്കുക തന്നെ, പക്ഷെ എങ്ങനെ ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചു, എനിക്ക് അതാ വിശ്വസിക്കാൻ സാധിക്കാത്തത്. എന്തോ ഉണ്ട്, ഞാൻ കണ്ടെത്തും, നമുക്കാർക്കും അറിയാത്ത എന്തോ ഒന്നുണ്ട്, അല്ലാതെ അവൾ ഇതിന് സമ്മതിക്കില്ല, അതാ ആ പാവം പെണ്ണിനെ അവൻ്റെ അടിമയാക്കി അവൻ നിർത്തിയിരിക്കുന്നത്. അത് എന്താണെന്ന് മാത്രം അവൾ വാ തുറന്നൊട്ട് പറയുന്നുമില്ല, അവൾക്ക് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് അവളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്ര ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഈശ്വര, എന്തെങ്കിലും സത്യങ്ങൾ ആരിനറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചിന്തയൊക്കെ മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരുവാണ് കേട്ടോ. അതേസമയം അലോകാണെങ്കിൽ നമ്മുടെ അനുവിന് ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എടി, ഇന്ന് എനിക്ക് സന്തോഷമായിടി എന്ന് പറയാം. അപ്പോൾ അനു ഒന്നും മിണ്ടില്ലേ. എടി 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 ഇങ്ങോട്ട് നോക്കടി, എൻ്റെ മുഖത്തേക്ക് നോക്കടി എന്ന് പറയാം. കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയായ ദിവസമായി ഇന്ന് എന്ന് പറയൂട്ടോ. അപ്പം അനു വീണ്ടും ഒന്നും മിണ്ടില്ല. എടി ചോദിക്കടി, എന്താ കാര്യമെന്ന് ചോദിക്കടി എന്ന് പറയാം. നീ ചോദിക്കില്ല, എനിക്കറിയാം,
നീയേ വലിയ മിടുക്കനാണെന്നൊന്നും നീ വിചാരിക്കല്ലേ എന്ന് അനു പറയും. ഓ, ഞാൻ നല്ല കിടിലമാണെന്ന് എനിക്കറിയാം, അതിന് ഇത്രയും വലിയ പുച്ഛമൊന്നും വേണ്ട എന്ന് അനുശ്രീയുടെ അലോക് പറയും. കുറെ കാലമായിട്ട് നിന്റെ ആ ചേട്ടനുണ്ടല്ലോ ആര്യൻ, അവര് ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ. പക്ഷെ ഇത്രയും അടിപൊളി ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ നെഞ്ചത്തൊരു കല്ലെടുത്ത് വെച്ചു. ഹാവു, എന്തൊരു സമാധാനം, ഇന്നെനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഞാൻ അവന്റെ മുന്നിൽ വെച്ച് നിന്നെ വലിച്ചു കയറി ഒട്ടിച്ചില്ലേ, അപ്പൊ അവന്റെ മനസ്സുണ്ടല്ലോ, അത് വേദനിച്ച് കാണും, നിന്നെ ഓർത്ത് നീറിക്കാണും. ഇപ്പൊ അവന്റെ മനസ്സ് വെന്തുരുകി ഒലിച്ചു കാണും. എനിക്കും അതാടി വേണ്ടത് എന്ന് പറയാം. അല്ല, ഇതിനൊന്നും യാതൊരു കൗണ്ടറും നിനക്ക് പറയാനില്ല എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ വേണ്ട, ഒന്നും പറയണ്ട. ഒരു കണക്കിന് നീ എന്നെ വിളിച്ചോണ്ട് പോകുന്നത് നന്നായി കേട്ടോ, അല്ലെങ്കിലേ ഞാൻ അവനെ ചിലപ്പം തല്ലിയേനെ എന്ന് പറയാം. നീ എൻ്റെ ചേട്ടനെ തല്ലുമെന്ന് പേടിച്ചല്ല ഞാൻ നിന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് അനു പറയും. നീ കള്ളമൊന്നും പറയണ്ട, ഞാൻ അവനെ ഇടിച്ചൊരു പരുവാക്കൂന്ന് നീ പേടിച്ചു. ആര്യൻ ചേട്ടൻ്റെ ഒറ്റ ഇടിക്ക് നീ ഇല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആര്യൻ ചേട്ടൻ്റെ ഇടിയുടെ പവർ എന്താണെന്ന് നീ കുറെ അറിഞ്ഞിട്ടുള്ളതല്ലേടാ എന്ന് അപ്പം അനു ചോദിക്കും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ, നിനക്ക് തന്നെ നന്നായിട്ട് അറിയാലോ, സ്ഥിരം കൊള്ളുന്ന ആളായിരുന്നല്ലോ നീ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് അലോകിൻ്റെ മനസ്സിലേക്ക് ആര്യൻ്റെ ഓരോ ഇടിയും പഞ്ചും കടന്നു വരികയാണ് കേട്ടോ. അലോക് തന്നെ ഒന്ന് ഞെട്ടി നിൽക്കുക. അവൻ്റെ ഇടി അതൊരു ഒന്നൊന്നര ഇടിയാ എന്ന് അലോകും മനസ്സിൽ പറയാ. എന്താ നീ ഇപ്പം എൻ്റെ ചേട്ടൻ നിന്നെ ഇടിച്ച രംഗമല്ലേടാ ഓർത്തത് എന്ന് ചോദിക്കുക. പിന്നെ എനിക്കത് ഓർക്കാൻ എന്നെ ഭ്രാന്തുണ്ടോ എന്ന് അപ്പം അലോക് പറയൂട്ടോ. അനുവിനത് കാണുമ്പം ചിരി വരും. കാറിൽ AC ഉണ്ടല്ലോ, നീ എന്തിനാ ഇത്രക്കിങ്ങോട്ട് വേർക്കുന്നേ എന്ന് അനുശ്രീ അപ്പം വീണ്ടും ചോദിക്കുക. അപ്പം അലോക് മുഖവും കഴുത്തുമൊക്കെ തുടയ്ക്കും. ഓ, ആര്യൻ ചേട്ടൻ്റെ ഇടിയുടെ പവർ നിനക്ക് ഫീൽ ചെയ്തായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. എടി, നിന്റെ ഒരു ആര്യൻ ചേട്ടൻ മിണ്ടിപ്പോകരുത് നീ. അപ്പം അത് തന്നെ കാര്യം. എടാ, നിനക്ക് ഞാനൊരു വാണിംഗ് തരാം. എൻ്റെ ഏട്ടന്മാർക്ക് ഞാനെന്ന് വെച്ചാൽ ജീവന എന്ന് പറയും. അപ്പം അലോക് പുച്ഛിക്കും കേട്ടോ. അവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചൊറിഞ്ഞ അവർ പിന്നെ മേലും കീഴും നോക്കത്തില്ല, നിനക്ക് നല്ലത് തരും, നിന്റെ അടുത്ത് അലക്കും എന്ന് പറയാം. ഡി, ഞാനിപ്പം അവന്മാരുടെ അളിയനാ. എന്നെ എടുത്തിട്ട് അലക്കിയ അവന്മാർക്ക് നാണക്കേടാ. ഒറ്റ ധൈര്യത്തിലാണല്ലോ എൻ്റെ ഏട്ടന്മാരുടെ മുന്നിൽ പോയി നെഞ്ചും വിരിച്ച് നീ നിൽക്കുന്നത്. കൊള്ളാം എന്ന് പറയാം. നിർത്തടി, നീ ഇങ്ങനെ കിളിക്കല്ലേ എന്ന് അനു ചിരിക്കുന്ന കാണുമ്പം അലോക് പറയും കേട്ടോ. ഞാൻ ചിരിക്കും, കുറച്ചെങ്കിലും ധൈര്യം കാണിക്കടാ. നിന്റെ കാര്യം ആലോചിച്ചാലേ എങ്ങനെയാടാ ചിരിക്കാതിരിക്കുന്നേ? നിന്റെ ഒരു ചിരി ഞാൻ മാറ്റിത്തരാടി, ഞാൻ ഇപ്പം മാറ്റിത്തരാം, നിനക്കുള്ള പണിയെ ഞാൻ ഇപ്പം തരാടി എന്ന് അപ്പം അലോക് പറയാം. അപ്പം അനുവിന് ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ള സംശയം തോന്നുകയാണ് കേട്ടോ. സംശയത്തോടെ വണ്ടിയിലിരിക്കുകയാണേ. ഇതേ സമയം നമ്മുടെ ദേവി കടയിൽ നല്ല സന്തോഷത്തിലാണ്. ഓരോ സാധനങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുകയും പൈസ ബാലൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണുന്ന രാമേട്ടൻ പറയും, എന്തൊക്കെ പറഞ്ഞാലും ദേവി വന്നപ്പം കടയൊന്ന് ഉണർന്നു അല്ലേടാ ധർമ്മ, പിന്നല്ലാതെ ഗോമതി സ്റ്റോറിന് ഇപ്പോൾ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ വന്നില്ലേ എന്ന് ധർമ്മനും പറയും. മാമ ഇങ്ങനെ പുകഴ്ത്തിയേ എൻ്റെ തല ഈ സ്റ്റോറിൻ്റെ ടെറസിൽ മുട്ടിക്കല്ലേ, തല ഇടിക്കൂട്ടോ എന്ന് പറയാം. അത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുകയാണേ. പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുക. അത് മറ്റാരുമല്ല, അലോകും അനുശ്രീയും കൂടി വരുന്നത് കേട്ടോ. നിനക്കുള്ള പണിയാടി ഇത് എന്ന് പറയാം. അപ്പോൾ ഇവനെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ അനു ആണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുക. എന്താടി എന്ന് ചോദിക്കുക. ഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഒരു കടലമുട്ടായി കഴിക്കാൻ ആഗ്രഹമുണ്ട്. കടലമുട്ടായോ എന്ന് അനു അപ്പം ചോദിക്കും. എന്താടി, നീ കടലമുട്ടായി എന്ന് കേട്ടിട്ടില്ലേ? നിനക്കേ കടലമുട്ടായി കഴിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാം. അതെന്തിനാ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നേ? എനിക്കുള്ള കടലമുട്ടായി നീ ഗോമതി സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിയാൽ മതി. ദേ അലോകെ, വെറുതെ കളിക്കരുത്, ഇത് ആരുടെ കടയാണെന്ന് നിനക്കറിയാലോ എന്ന് അനു അപ്പം ചോദിക്കാം. അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാടി ഞാനിത് പറഞ്ഞത്. പോയി ഒരു കടലമുട്ടായി മേടിച്ചിട്ട് വാ. ഇല്ല, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകില്ല. നീ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചിറക്കി അങ്ങോട്ട് വിടും. അത് വേണോടി എന്ന് ചോദിക്കുക. അതോ നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി എനിക്കുള്ള കടലമുട്ടായി മേടിച്ചുകൊണ്ട് വരുന്നോ എന്ന് അലോക് അനുവിനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ അനു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. നീ പോകൂടി, നിന്റെ തന്തയുടെ മുന്നിൽ നിന്നെ ഞാൻ വലിച്ചിറക്കി കൊണ്ടുപോകുന്നത് എന്തായാലും നീ കാണിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് പോയി മേടിക്കുക. നിന്നോട് ഞാൻ ഒന്ന് പറഞ്ഞു, പോയിട്ട് വാടി, ഇല്ലെങ്കിൽ നിന്റെ തന്ത ഇന്ന് നീ വേദനിക്കുന്നത് കൺകുളിർക്കെ കാണും. നിനക്കേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒന്ന് തല്ലിയെ പോലും അത് കൊള്ളുക എന്നല്ലാതെ നിന്റെ മുന്നിൽ വേറെ വഴിയില്ലടി. ഇതേ എന്നെ ഇട്ട് പഞ്ഞിക്കിടാൻ നമ്മുടെ ബെഡ്റൂം അല്ല എന്ന് പറയാം. അനുവാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ.
സമയം നമ്മുടെ അനുശ്രീ വേറെ ഒരു നിവൃത്തിയില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. തൻ്റെ അച്ഛനെ താൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള പേടി അനുവിന് നന്നായിട്ടുണ്ട്. അപ്പോൾ അനു അങ്ങോട്ട് കയറി വരുന്ന കാണുന്ന ബാലന് നല്ല ദേഷ്യം വരിക. ഇവളെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ബാലൻ പറയാം. അപ്പം ബാലൻ അങ്ങനെ പറയുന്ന കേൾക്കുന്ന എല്ലാവരും ആരാ വരുന്നതെന്ന് അറിയാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ദേവി പെട്ടെന്ന് ഇറങ്ങി അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോളെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ കടലമുട്ടായി മേടിക്കാൻ, എനിക്ക് കടലമുട്ടായി കിട്ടിയേ പറ്റൂ എന്ന് അനുശ്രീ അപ്പോൾ വാശിയോട് പറയും. ദേ, ഇവക്ക് ഈ കടയിൽ നിന്ന് ഒരു സാധനം എടുത്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഈ ബാലൻ ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് ബാലൻ പറയാം. എനിക്ക് കടലമുട്ടായി കിട്ടിയേ പറ്റൂ. ഈ കടയിലെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ലേ എന്ന് അനു ചോദിക്കുക. അത് കേൾക്കുന്ന നമ്മുടെ ദേവി ചോദിക്കും, മോളെ, നീ മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? നീ ഇപ്പോൾ ഇവിടുന്ന് പൊയ്ക്കോ, വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കോ എന്ന് പറയാം. ഇല്ലെടുത്തി, എനിക്ക് കടലമുട്ടായി കിട്ടിയാലേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയാം. നിന്നോട് പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്ന് പറയാം. ഇവളോട് ഇറങ്ങിപ്പോകാൻ പറ ദേവി എന്ന് അപ്പോൾ ബാലൻ പറയാൻ കേട്ടോ. അന്നേരം പെട്ടെന്ന് നമ്മുടെ അനു പറയും, എനിക്ക് പരീക്ഷയിൽ 95% മാർക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് കടലമുട്ടായി വേണം എന്ന് പറയാം. അപ്പം എല്ലാവർക്കും വളരെ സന്തോഷം തോന്നാൻ കേട്ടോ. ഒരു നിമിഷം ബാലനും മനസ്സിലും സന്തോഷവും മുഖത്തൊരു ചിരിയും വരിക. പെട്ടെന്ന് തന്നെ അത് മായ്ക്കും. എനിക്കൊരു മകളുണ്ടായിരുന്നു, അവളെ പഠിപ്പിച്ച് IAS ആക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ മകള് ചത്തുപോയി. ഇപ്പോൾ എനിക്ക് ആൺമക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഏതാടി, നിനക്ക് മാർക്ക് കിട്ടിയാലും ഇല്ലേലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ബാലൻ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ബാലച്ച, എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് കടലമുട്ടായി വേണം എന്നല്ലേ പറഞ്ഞത് എന്ന് വാശി പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് ദേവിയാണെങ്കിൽ ഒരു കടലമുട്ടായിയുടെ പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. മോള് പൊയ്ക്കോ എന്ന് പറയാം. അപ്പോൾ ബാലൻ പറയും, കടലമുട്ടായി മേടിച്ച് വെറുതെ വിടാൻ പറ്റില്ല ദേവി, അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക എന്ന് പറയാം. അത് കേൾക്കുന്ന അനുവിന് വളരെ സങ്കടം തോന്നുക. അനു പറയും, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പം ആ പ്രശ്നം എങ്ങനെയും സോൾവ് ചെയ്യാനായിട്ട് ദേവി പറയും, ബാലച്ച, ഇത് എൻ്റെ പേരിൽ എഴുതിക്കോ, എൻ്റെ പറ്റിൽ എഴുതിക്കോ എന്ന് ദേവി പറയാൻ കേട്ടോ. അനു, മോള് പൊയ്ക്കോ എന്ന് ദേവി അനുവിനോടും പറയും. പെട്ടെന്ന് അലോക് അങ്ങോട്ട് കടന്നു വരിക. നീ കടലമുട്ടായി മേടിച്ചോടി, ഇതെന്താ ഇത്ര താമസം എന്ന് പറയാം. അപ്പം അനുവിൻ്റെ ഇരിക്കുന്ന കടലമുട്ടായി കാണുകയാണ് കേട്ടോ. ഓ, മേടിച്ചോ? ഇതൊരു പൊട്ടക്കടയാ. ഇവിടെ നിന്ന് മേടിക്കുന്ന സാധനമൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ആർക്കറിയാം, ചിലപ്പോൾ പഴകിയതായിരിക്കും ഇത് എന്ന് പറയാം. അത് കേൾക്കുന്ന എല്ലാവർക്കും ദേഷ്യം വരികയാണേ. അനു അപ്പോൾ പറയും, ഇവിടെ പഴകിയ സാധനമൊന്നും വിൽക്കാറില്ല. അതെങ്ങനെ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇങ്ങ് കാണിച്ചേ, ഇത് പഴയതാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് കേൾക്കുന്ന ധർമ്മന് ദേഷ്യം വരും കേട്ടോ. എടാ അല്ലോക്കെ, നീ കളിച്ചത് എങ്ങോട്ടാ കയറി പോകുന്നത്? ഇത് കുറച്ച് ഓവറാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേടാ എന്ന് ചോദിക്കുക. ഒന്നും ഓവറല്ല ചെറിയച്ച, അലോകിനെ ഇനി പരിധികളില്ല, എന്തും ചെയ്യുകയും ചെയ്യും. അലോക് ആരാണെന്ന് ഇനി പലരും അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയാം. അപ്പം നമ്മുടെ ധർമ്മന് ദേഷ്യം വരിക. അതുമാത്രമല്ല, ബാലനാണെങ്കിൽ മുഖം തിരിച്ചാട്ടോ നിൽക്കുന്നത്. ഇനി ചിലരൊക്കെ ഈ അലോകിൻ്റെ കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കുറേ കാലം കൃഷ്ണമംഗലത്തുകാരെ തോൽപ്പിച്ചു എന്നുള്ള സന്തോഷത്തെ ജീവിച്ചല്ലേ, ഇനി സ്വയം നാണം കെട്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്ന് പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.